കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കി ബുദ്ധിമുട്ടിക്കാൻ സ്വീകരിക്കുന്ന കേന്ദ്ര നിലപാടുകളെ അനുകൂലിക്കുന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രവൃത്തികളിൽ കാണാൻ സാധിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സിന്റെ വേദികളിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്തിന്റെ ഫെഡറൽ തത്വം ലംഘിക്കുന്ന നടപടികൾക്കെതിരെ കേരളം സുപ്രീം കോടതിയെ വരെ സമീപിക്കാൻ നിർബന്ധിതമായി. ഈ അവസരത്തിൽ കേരളത്തിന്റെ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രതിപക്ഷം കേരളത്തോടൊപ്പം നിൽക്കണമെന്നാണ് സർക്കാർ അഭ്യർത്ഥന. എന്നാൽ ആ അഭ്യർത്ഥനയോട് നിർഭാഗ്യകരമായ നിലപാടാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് സാധാരണ നിലയിൽ സംസ്ഥാനത്തെ സഹായിക്കുകയും സംസ്ഥാനത്തിന് പിന്തുണ നൽകുകയും ചെയ്യുന്നതാണ്. നാടിൻ്റെ വികസനം സംസ്ഥാനവും കേന്ദ്രവും കൂടി ഉറപ്പുവരുത്തുകയാണ്. പക്ഷേ കേരളം വികസിച്ചുകൂടാ എന്ന നിലപാട് കേന്ദ്രമുണ്ട്. മൂന്നാം ദിവസം ആലപ്പുഴ ജില്ലയിൽ പര്യടനം തുടർന്ന നവകേരള സദസ്സ് കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി. തുടർന്ന് രാത്രിയോടെ പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിച്ചു. തിരുവല്ലയിലെ നവകേരള സദസ്സിലൂടെയാണ് പത്തനംതിട്ടയിലെ പര്യടനം ആരംഭിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും സംസാരിച്ചു. മൂന്നാം ദിവസവും നവകേരള യാത്രയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. കായംകുളത്തടക്കം വിവിധ സ്ഥലങ്ങളിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. അമൃത ന്യൂസ്, ആലപ്പുഴ.